അനക എന്താ നീ ഇങ്ങനെ ഡെസ്പായിട്ട് ഇരിക്കുന്നത്? നിനക്കൊന്നും അറിയണ്ടല്ലോ. നിനക്ക് എന്ത് ടെൻഷനാ ഉള്ളത്? ഫുൾ ടൈം ഇവിടെ തിന്നു കുടിച്ചിരുന്നാ പോരെ? എല്ലാ ടെൻഷനും എന്റെ തലയിലല്ലേ. നമ്മൾ തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ഹോം ടേക്ക് കെയർ ചെയ്യാ, നീ ജോലിക്കോ എന്നുള്ളത്. പിന്നെ നീ ഇപ്പൊ എന്തിനാ ഇൻസൾട്ട് ചെയ്യേണ്ട ആവശ്യം? ഞാൻ നിന്നെ ഇൻസൾട്ട് ചെയ്തൊന്നും അല്ല. എനിക്ക് അത്രയധികം ടെൻഷനും വിഷമവും ഉണ്ട്. എത്ര വർഷമായി നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട്. എന്നിട്ട് എന്ത് മാറ്റം നമുക്കുള്ള? അന്നുള്ള നമ്മളും ഇന്നുള്ള നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? കുറച്ചുകൂടെ കടം കൂടിയെന്ന് മാത്രമുണ്ട്. എനിക്കിങ്ങനെ ഒരു ജീവിതം ജീവിച്ച് മടുത്തു. ഓക്കെ, ഇനിയിപ്പോ നിന്റെ പ്രശ്നം എന്താ? നീ എന്നോടൊന്ന് ഓപ്പൺ ആയിട്ട് എന്താന്ന് പറ. ഞാൻ പറഞ്ഞില്ലേ, ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് പേടിയായിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇങ്ങനെ എപ്പോഴും ഒരു സാധാരണക്കാരായി ഇങ്ങനെ ജീവിച്ച് മരിച്ചിട്ട് എന്താ കാര്യമുള്ളേ? എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വേണം. ഒന്നുമില്ലെങ്കിൽ എന്റെ വാരിപ്പെറുക്കി നാട്ടിലേക്ക് പോയി ഇങ്ങനെ ജീവിക്കുന്ന കാര്യമില്ല. ഒന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ദുബായിൽ ഇതൊക്കെ വെറും ഈസിയാണ്. വെറും 0.5% നമ്മൾ ഈ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഡൗൺ പേയ്മെന്റ് കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർട്ടി ദുബായിൽ ഈസി ആയിട്ട് എടുക്കാം. പക്ഷെ ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ എവിടെയാ വരുന്നത്? അവിടെ ലൊക്കേഷനൊക്കെ നമ്മൾ ദുബായിലെ ഹാർട്ട് ഓഫ് സെൻട്രലാണ് കിടക്കുന്നത്. കാരണം ഇതിന്റെ ഒക്കെ റെന്റ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വെരി ഹൈ ആണ്. നീ അതിനെക്കുറിച്ച് വെറുതെ നമുക്കൊരു ചായ കുടിക്കാം.